ഹലോ ഗൈസ്, വൺ ഡേ ട്രിപ്പിൻ്റെ പാർട്ട് 3. ഞങ്ങൾ വെള്ളത്തിലൊക്കെ കളിച്ച് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പാലത്തിൻ്റെ കടിക്കും നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളല്ലേ അതിൻ്റെ പുറത്തുനിന്ന് ഭയങ്കര വെയിലുണ്ട് കേട്ടോ. എന്നാലും അതൊന്നും ഒരു വിഷയമല്ല, ഒരു ആശം കിട്ടാൻ ഒരു ടൈമല്ലേ. അത് നമ്മൾ എൻജോയ് ചെയ്ത് മൊത്തത്തിൽ തീർക്കണം. പക്ഷെ വന്നപ്പോൾ ഞങ്ങൾ കറുത്തിട്ടാ, അത് വേറെ കാര്യം. പിന്നെ ഞങ്ങൾ നേരെ റിസോർട്ടിലാണ് കേട്ടോ ഗൈസ് പോണത്, ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഗൈസ്. പിന്നെ ഇനി എൻ്റെ ജീവിതത്തിൽ ഇതേപോലെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ കരിഞ്ഞും പൊരിഞ്ഞ വെയിലുകളിന് ശേഷം ഞങ്ങൾ ഗ്രീൻ ലാൻഡ്സ് റിസോർട്ടിലോട്ടെത്തി. ഭൂത്തോട്ടം എനിക്കത് പറയാൻ പറ്റുന്നില്ല ഗൈസ്, നിങ്ങൾക്കൊന്നും മൈൻഡ് ചെയ്യല്ലേ കേട്ടോ ഗൈസ്. എന്നിട്ട് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഗൈസ് പാർക്ക് ഞാനും ചേച്ചിയാണ് കുഞ്ഞിതായിട്ട് ഓടുന്നത് കണ്ട. ഞങ്ങൾക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ. ഞാൻ തന്നെ എൻ്റെ കാലുണ്ട്, ചെരുപ്പ് ഇട്ടിട്ടില്ല. ചെരുപ്പാണെങ്കിൽ ഇടാൻ പറ്റണ്ട, എൻ്റെ കാലിൽ എന്തോ കടിച്ച് ഗൈസ് കണ്ട. ഇതാണ് കേട്ടോ, ഇതാണ് ഞങ്ങളുടെ വീട്. ഇത് ഗസ്റ്റിംഗ് റൂം, ഇത് ബെഡ്റൂം, അത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങളല്ലേ എൻജോയ് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോയി കണ്ട. എനിക്കിതൊന്നും വിടാൻ അറിയില്ല കേട്ടോ, പക്ഷെ ഞാൻ തിരിച്ചു മറിച്ചൊക്കെ വിട്ട് ഇങ്ങനെ വിട്ട് പക്ഷെ കൊണ്ടില്ല. എൻ്റെയാണ് ആ താഴെ കിടക്കണത് കണ്ടോ. എന്നിട്ട് ഞാൻ ഒട്ടിച്ചൊക്കെ നോക്കി പക്ഷെ പറ്റിയില്ല ഗൈസ് കണ്ട. ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടോ ഗൈസ്, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ ചാമ്പക്കൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്, പച്ചയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട്. അവിടെ ഊണായിരുന്നു കേട്ടോ കഴിക്കാൻ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതൊക്കെ കഴിച്ചില്ല, എനിക്കിഷ്ടമുള്ളത്. പക്ഷേ ഈ ചോറുണ്ടോ പോലെ എനിക്ക് തോന്നി, ഞാൻ കഴിച്ചില്ല. കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പായസം ഞാൻ നല്ല നക്കി പഠിച്ചിട്ടാ ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ എല്ലാ കറിയൊക്കെ കഴിച്ചിട്ടാ, ഞാൻ ടേസ്റ്റ് ചെയ്ത് എനിക്ക് ഇഷ്ടമുള്ളത് മാത്രമേ ഞാൻ കഴിച്ചിട്ടാ ഗൈസ്. കണ്ടോ ഇവിടെ കക്ക ഫ്രൈ ചെയ്തതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഇതുണ്ടായിരുന്നു ഒരു റോ, ഞങ്ങളുടെ റോ ആയിരുന്നു ഗൈസ് കണ്ടോ. അത് ആ റോ കംപ്ലീറ്റ് തീർന്നു. ഇത് കണ്ടോ, ഞാൻ ഓരോന്ന് ഇത് പാനിപ്പുരി പോലെ ആക്കണേ. ഞാൻ എന്ത് കിട്ടിയല്ലോ പോലെയൊക്കെ അങ്ങനെ പാനിപ്പുരി പോലെ ആക്കും. എൻ്റെ സ്ഥിരം പരിപാടിയാണ് ഗൈസ്. അതിൻ്റെ ഇതൊക്കെ തിന്നാനുണ്ട് കണ്ടോ, പക്ഷെ ചിലത് പൊട്ടിയും പോകുന്നുണ്ട് കണ്ടോ ഗൈസ്. നെക്സ്റ്റ് ഞങ്ങൾ പെഡൽ ബോട്ടിങ്ങിന് പോയിട്ടോ ഗൈസ്. അടിയിൽ പാമ്പൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് അത്രയ്ക്ക് പേടിയില്ല, ബോട്ടില്ലല്ലോ, ചാടിക്കയറി വരൂല. കുക്കുംബ്രോയായിരുന്നു കേട്ടോ ഓടിച്ചത്. എന്നെ കാണാനില്ല, ഞാനാണ്ടാ എല്ലാതിൻ്റെ നടുക്കിരിക്കുന്ന ഒരു കുഞ്ഞു കൊച്ച് എന്താ. ഞങ്ങൾ വരുമ്പോൾ അവർ പോണില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചതിച്ച് ഗൈസ്. എന്നാൽ നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് എൻജോയ്മെൻ്റ് ആയിരുന്നു. ഇങ്ങനെ ആദ്യമായിട്ടാണ് ഞങ്ങൾ ചെയ്യിപ്പിക്കണത് ഗൈസ്. അതൊക്കെ ഭയങ്കര അഡ്വഞ്ചർ ആയിരുന്നു കേട്ടോ ഗൈസ്. എന്നിട്ട് ഞങ്ങൾ ഇറക്കി. നെക്സ്റ്റ് ഗൈസ് കുഞ്ഞു കുട്ടികളുണ്ട്, വലിയ കുട്ടികളുണ്ട്. ബ്രോയ്ക്കടുത്ത് ചാടണ ഗൈസ്. കുഞ്ഞു കുട്ടികളുടെ കയ്യിൽ കുറച്ച് ആടൊക്കെ ഉണ്ടാകുന്ന നല്ല രസമുണ്ട്. എൻ്റെ കാലൊക്കെ പൊല്ലി, ഞാൻ ചിരിപ്പിട്ടില്ല. നീന്തണുണ്ട ഗൈസ്, എനിക്ക് സന്തോഷമായി ഗൈസ്. ഞാൻ പാവാടിച്ചിട്ടാണ് ഞാൻ. അത്രേ ഉള്ളൂ, ബൈ. ബാക്കി നെക്സ്റ്റ് വീഡിയോ.